സ്വാഗതം. ഇന്ന് സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ സ്പെഷ്യൽ ഫംഗ്ഷനിലെ ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് ലാഗുറെ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ബെസൽ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു, ഹെർമൈറ്റ് ഡിസ്കസ് ചെയ്തു, ലെജൻഡർ ഡിസ്കസ് ചെയ്തു. ഞാനൊരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ക്യൂസറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ ഫോംസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെയ്ത് നോക്കിയിരുന്നോ? ചെയ്തു നോക്കി. എങ്ങനെയുണ്ട്, കിട്ടുന്നോ? അതിലെ 8 അല്ല ശരിയായി, അതിൽ 2 എഴുതിയില്ല. അതായത് H3 കൊറേ നേരം അത് പിടിച്ചിട്ടാ. എന്നിട്ട് വേഗം ഞാൻ വിചാരിച്ചു സമയമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് വേഗം ചെയ്യാനായിട്ട്, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യാണ്ട് ഞാൻ ചെയ്ത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടി 8x³ - 12x അല്ലേ H3. അതെ അതെ. അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. HN(x) മറന്നുപോയി. ഞാൻ ബെസ്സലുമലായിരുന്നേ പഠിച്ചോണ്ടിരുന്നത്. അത് മറന്നുപോയി. ഇപ്പൊ പഠിച്ച് അങ്ങനെ 2 ഞാൻ എഴുതിയില്ല. ബാക്കി 80. ബാക്കി 8 ശരി. ഓക്കെ, റെഡി. അപ്പൊ നമ്മള് ലാഗ്രെ ഫംഗ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ലാഗ്രയുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ x × d²y/dx² പ്ലസ് 1 - x × dy/dx പ്ലസ് ny = 0 എന്നുള്ളതാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? x × d²y/dx² പ്ലസ് 1 - x × dy/dx പ്ലസ് ny = 0 ആണ്. ഓക്കെ, സോ ലാഗ്രേസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു നോക്കിയേ. x × d²y/dx² പ്ലസ് 1 - x × dy/dx പ്ലസ് ny = 0. ഇതാണ് നമ്മുടെ ലാഗ്രെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ലാഗ്രെ പോളിനോമിയൽ ഉണ്ട്, റെക്കറൻസ് റിലേഷൻ ഉണ്ട്, ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അതുപോലെ ഓർത്തോഗണാലിറ്റി. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ആദ്യമായിട്ട് ലാഗ്രേസ് പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. ലാഗ്രേസ് പോളിനോമിയൽ ln of x = sigma r = 0 to n minus 1 r n factorial divided by n minus r factorial into r factorial square x raised to r. ln of r എന്ന് പറയുന്നത് നമ്മളുടെ ലാഗ്രെ പോളിനോമിയൽ ആണ് of order n which is equal to sigma r = 0 to n. നമ്മുടെ സമ്മേഷൻ ചിന്തിക്കുക. സമ്മേഷൻ r = 0 to 1 n minus 1 raised to r n factorial divided by n minus r factorial into r factorial whole square into x raised to r ആണ് നമ്മളുടെ ലാഗ്രെ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ n-ന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് വാല്യൂ, നമ്മൾ h1 h2 അങ്ങനെ കിട്ടിയില്ലേ, അതുപോലെ ഹെർമൈറ്റ് ഫംഗ്ഷന് കിട്ടിയ പോലെ തന്നെ നമുക്ക് ലാഗ്രെ പോളിനോമിയലിൽ എന്ത് കിട്ടും? L0 L1 L2 എന്നുള്ള ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം എന്താ വാല്യൂ വരിക എന്നുള്ളത്. ഫസ്റ്റ് വൺ L0 of x. L0 of x നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സമ്മേഷൻ ആവശ്യമില്ല, r = 0 to n എന്ന് പറയുന്നത് 0 ആണ്. 0 to 0 നമുക്ക് ആവശ്യമില്ലല്ലോ. സോ -1 to 1 raised to 0 n factorial. n factorial എന്ന് പറയുമ്പോൾ 0 factorial divided by 0 factorial n minus r factorial into 0 factorial square into x raised to 0.
നമുക്ക് എന്ത് വരും? L0 of x എന്ത് വരും? മിസ്സേ -1 അല്ലേ? -1 ആണ്. അപ്പൊ 0 to 0 കൊടുത്തപ്പോഴാണ് അവിടെ 6ന് 0 കൊടുത്ത്. അതെ. അവിടെ നമുക്ക് സമ്മേഷൻ എഴുതേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഒറ്റ വാല്യൂ അല്ലേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് 1 തന്നെ കൊടുക്കാം. അല്ല 1 അല്ല, ഒരു വാല്യൂ. n-നും 0 r-നും 0. അതെ, നമുക്ക് L0 of x ന്റെ വാല്യൂ 1 ആണ് കിട്ടുക. ഓക്കെ, ബാക്കി 0 ഫാക്ടോറിയൽ ഒക്കെ 1 ആണ്, x⁻0 1 ആണ്. സോ L0 of x എന്ന് പറയുന്നത് വാല്യൂ 1 ആണ് കിട്ടുക. ഇനി അടുത്തത് L1 of x. L1 of x എന്ത് വരുന്നു? ഓക്കെ, Ln of x ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സിഗ്മ r equal to 0 to n -1 raised to r n factorial divided by n minus r factorial divided by into r factorial whole square into x raised to r. ഇതില് നമ്മൾ n-ന് 1 കൊടുക്കുമ്പോൾ എന്ത് വരുന്നു ഒന്ന് ചെയ്ത് നോക്കിയേ. L1 of x equal to n-ന്റെ സ്ഥാനത്തെല്ലാം 1 കൊടുക്കാം. മിസ് ഇപ്പൊ ഇവിടെ 6ന്റെ അവിടെ എന്ത് കൊടുക്കും അപ്പൊ? ഹലോ പറയാം. 6ന്റെ അവിടെ അപ്പൊ എന്ത് കൊടുക്കും? ഇവിടെ 6 സ്മോൾ ലെറ്റർ. n-ന്റെ അവിടെ 1 കൊടുക്കുമ്പോ ഒരു സെക്കൻഡ്, നമ്മളിവിടെ ലിമിറ്റിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുകയല്ലേ? ലിമിറ്റിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതില് ഓരോ ടേംസിനെയും ആഡ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ 0 പ്ലസ് പിന്നെ 1-ന്റെയും ആഡ് ചെയ്യണം, അങ്ങനെ അല്ലേ? അതെ. ഓക്കെ. നമുക്ക് ഇത് ചെയ്യാൻ മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. നമുക്ക് റോഡ്രിഗോ ഫോർമുല യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാം? ഇതേപോലെ നമുക്ക് വാല്യൂ ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. -1 സിഗ്മ r equal to 0 to 1 -1 raised to r n factorial 1 factorial into n-ന് പകരം 1 minus r factorial whole square into x raised to ആരാ വരാ? x raised to r. ഓക്കെ, നമുക്ക് r equal to 0 വരുമ്പോഴുള്ള ആൻസർ നമുക്കറിയാം 1 ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ r equal to 1-ന്റെ ആൻസർ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? r equal to 0 വരുമ്പോ നമുക്ക് എന്താ കിട്ടുക? L0 of x-ന്റെ വാല്യൂ കിട്ടുക. ക്ലിയർ ആണോ? അപ്പൊ 1 - x എന്നാണോ ഇതിന്റെ ആൻസർ? അതെ, 1 -
എക്സ് എന്നുള്ളതാണ് L1 ഓഫ് എക്സിന്റെ ആൻസർ വരെ. ഓക്കെ, അപ്പൊ ആറിനും എന്നിനും ഒരേ വാല്യൂ കൊടുത്തിട്ട് നമ്മള് ചെയ്തോണ്ടിരിക്കണം അല്ലെ? അതെ. ഇത് സമ്മേഷൻ വരുമ്പോ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റോഡ്രിഗോ ഫോർമുല യൂസ് ചെയ്യാം. ഇത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, റോഡ്രിഗോ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ പോളിനോമിയലിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ലെജൻഡർ പോളിനോമിയൽ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ റോഡ്രിഗോ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. റോഡ്രിഗോ ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ നിന്നാണ് നമ്മൾ P1 ഓഫ് എക്സ്, P2 ഓഫ് എക്സ് അങ്ങനെയുള്ള 2-3 വാല്യൂസ് കണ്ടുപിടിച്ചത്. അതുപോലെയാണ് ഹെർമേറ്റിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റോഡ്രിഗോ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ കറസ്പോണ്ടിങ് സ്പെഷ്യൽ ഫംഗ്ഷന്റെ പോളിനോമിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് 2 ടേംസ് സം ചെയ്ത് എഴുതേണ്ടി വരും. മറ്റേത് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ റോഡ്രിഗോ ഫോർമുല നോക്കാം. റോഡ്രിഗോ ഫോർമുല ln of x equal to e raised to x divided by n factorial d raised to n by x raised to n e raised to minus x raised to n. ഇത് താഴെ തന്നിട്ടുള്ള കുറച്ച് ഇക്വേഷൻസിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ റോഡ്രിഗോ ഫോർമുല വെച്ച് സോൾവ് ചെയ്തതാണ്. ഇത് നമ്മൾ നേരത്തെ പോളിനോമിയൽ വെച്ച് സോൾവ് ചെയ്തില്ലേ, ലോഗ്രേസ് പോളിനോമിയൽ വെച്ച് സോൾവ് ചെയ്തത് നമുക്ക് റോഡ്രിഗോ ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കാം. L1 ഓഫ് എക്സ്. ഓക്കെ, L1 ഓഫ് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും, e raised to x ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ വരുമ്പോൾ 1 ഫാക്ടോറിയൽ വന്നു. d raised to n by dx raised to n എന്ന് പറയുമ്പോൾ d by dx of e raised to minus x into x raised to n. x raised to n എന്ന് പറയുമ്പോൾ x raised to 1 ആണ് നമുക്ക് വരിക. സോ ഫസ്റ്റ് ടേം e raised to x തന്നെയാണ്. d by dx of e raised to minus x എന്ത് വരും? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. യെസ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാനിവിടെ e raised to minus x അവിടെ തന്നെ നിർത്തി. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വന്നു. പ്ലസ് ഞാൻ എക്സിനെ അവിടെ തന്നെ നിർത്തി. e raised to minus x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to minus x into e raised to minus x. ഓക്കെ അല്ലേ? തെറ്റുണ്ടോ നിങ്ങൾ? e raised to minus x അവിടെ തന്നെ നിർത്തി. x into e raised to minus x into ഇല്ല, -1 ആണ് വരിക അല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 ആണ് വരിക. ഓക്കെ, -1 ആണ് വരിക. നമ്മൾ എന്ത് ചെയ്യുക, e raised to minus x-നെ e raised to x-നെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. e raised to x പോയി, e raised to minus x പോയി, e raised to minus x പോയി. നമുക്ക് എന്ത് കിട്ടും? 1 minus x ആൻസർ ആയിട്ട് കിട്ടും. റോഡ്രിഗോ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോളിനോമിയലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നേരത്തെ സമ്മേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ ടേമും സം ചെയ്ത് പോകണം. റോഡ്രിഗോ ഫോർമുലയിലാവുമ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം, പക്ഷെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് L2 ഓഫ് എക്സ് കണ്ടുപിടിക്കാം. റോഡ്രിഗോ ഫോർമുല യൂസ് ചെയ്തിട്ട് L2 ഓഫ് എക്സ് കണ്ടുപിടിക്കാം. L2 of x equal to e raised to x divided by e raised to x divided by 2 factorial d square by dx square e raised to minus x x raised to 2. Okay, നമുക്ക് e raised to x divided by 2 ഫാക്ടോറിയലിന്റെ വാല്യൂ 2 ആണ്. നമുക്കിനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. e raised to
minus x into minus 1 into x square. ഫസ്റ്റ് ഡിഫറൻഷിയേഷൻ ആണ് കേട്ടോ. അപ്പൊ ഡി ബൈ ഡി എക്സ് മാത്രം ഇവിടെ ഉണ്ടാവും. പ്ലസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്തു. ഇ റേസ് ടു മൈനസ് എക്സ് എക്സ് സ്ക്വയറിനെ ഞാൻ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ്. കിട്ടിയോ? ഫസ്റ്റ് ഡിഫറൻസിയേഷൻ സ്റ്റെപ്പ് കിട്ടിയോ? ഹലോ ഹലോ, കേക്കുണ്ട് മിസ്സേ? അല്ല, ഫസ്റ്റ് ഡിഫറൻഷിയേഷന്റെ സ്റ്റെപ്പ് കിട്ടിയോ? ആ, കിട്ടി. അയ്യോ, അത് പോയി. ഇനി അടുത്തത് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നമ്മൾ അഗെയിൻ ഈ ടേമിനെ എന്ത് ചെയ്യാണ്? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ രണ്ട് ടേമിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ടേമില് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ അവിടെ തന്നെ നിർത്തി. എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 2x പ്ലസ് ഇനി എക്സ് സ്ക്വയറിനെ അവിടെ തന്നെ നിർത്തുക. മൈനസ് ഇ റേസ് ടു മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എക്സ് വരും. മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത മൈനസ് 1, ഈ മൈനസ് 1ഉം കൂടെ പ്ലസ് 1 ആയിട്ട് മാറും. ഇ റേസ് ടു മൈനസ് എക്സ് കിട്ടും. ഇനി അടുത്ത ടേം 2x അവിടെ തന്നെ നിർത്തി. ഇ റേസ് ടു മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1 പ്ലസ് അടുത്തിട്ട് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇ റേസ് ടു എക്സിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ടേമിലും ഇ റേസ് ടു മൈനസ് എക്സ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും കേട്ടോ. ഇ റേസ് ടു മൈനസ് എക്സ് എല്ലാ ടേമിലും പോയി. നമുക്ക് ഫൈനലായിട്ട് എന്ത് ആൻസർ വരും? ഫൈനൽ ആൻസർ പുറത്ത് ഈക്വൽ ടു 1/2 ഇൻറ്റു മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x, തേർഡ് ടേം മൈനസ് 2x പ്ലസ് 2. ഇവിടെ 2 മൈനസ് 2x ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 4x എന്ന് എഴുതാം. അപ്പൊ 1/2, ഈ 2 ഇല്ല കേട്ടോ, ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2. ഇതാണ് നമുക്ക് ലോഗ്രേസ് ഫോർമുല പോളിനോമിയൽ ഫോർ L2 of x. L2 of xന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. റോഡ്രിഗോ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ ഡെറിവേഷനിൽ ഡിറൈവ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത ലോഡ്രിഗോ പോളിനോമിയൽ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? r ഈക്വൽ ടു 0 to 2 കൊടുക്കണം. rന് ഓരോ ടേമിലും 0ന്റെ വാല്യൂ കൊടുക്കണം, 1ന്റെ വാല്യൂ കൊടുക്കണം, 2ന്റെ വാല്യൂ കൊടുക്കണം. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മിസ്. ഓക്കെ, ഇതാണ് റോഡ്രിഗോ ഫോർമുല വെച്ചിട്ടുള്ള നമ്മളുടെ L0 of x എന്ന് പറയുന്നത് 1 ആണ്. L1 of xന്റെ വാല്യൂ 1 മൈനസ് എക്സ് ആണ്. L2 of xന്റെ വാല്യൂ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 ആണ്. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ലോഗ്രേ പോളിനോമിയൽ. ലോഗ്രേ പോളിനോമിയൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. e raised to minus xt divided by 1 minus t divided by 1 minus t is equal to sigma n equal to 0 to infinity ln of x into t raised to n. ജനറേറ്റിംഗ് ഫംഗ്ഷൻ അത് അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? റെക്കറൻസ് ഫോർമുലാസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്.
നമ്മൾ ലോഗ്രേ പോളിനോമിയലിൽ ഏകദേശം 3 റെഫറൻസ് ഫംഗ്ഷൻ ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓർത്തോഗണാലിറ്റി ആണ്. ഓർത്തോഗണാലിറ്റിന്റെ വാല്യൂ നോക്കുക. ഓർത്തോഗണാലിറ്റി ഓഫ് ലോഗ്രേ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to infinity e raised to minus x ln of x into ln of x dx equal to delta mn. Okay, equal to delta mn. ഇതില് ഓർത്തോഗണാലിറ്റിയുടെ ഇക്വേഷനും നോക്കിയേക്കാം. അടുത്തത് നമുക്ക് റെക്കറൻസ് റിലേഷൻ ആണ്. റെക്കറൻസ് റിലേഷൻ ഏകദേശം 3 റെക്കറൻസ് റിലേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ n plus 1 into ln plus 1 is equal to 2n plus 1 minus x into ln minus n into ln minus 1. Second one, x into ln dash is equal to n into ln minus n into ln minus 1. Third function, ln dash is equal to minus sigma r equal to 0 to infinity L r of x. ഈ 3 റെക്കറൻസ് റിലേഷനും നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ആവശ്യമായിട്ട് വരും ട്ടോ. അപ്പോൾ ഈ റെക്കറൻസ് റിലേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. റെക്കറൻസ് റിലേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി SK ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. മിസ്സേ, ആ ടെക്സ്റ്റ് ഒന്നുകൂടെ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടോ? ഞാൻ കുറെ തപ്പി. അതെയാ? ആ ഞാൻ വാട്സപ്പിൽ വിടാം, ടെലഗ്രാമിൽ വിടാം, നോക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. First one, ln of 0 is equal to 1. Second one, ln dash of 0 is equal to minus n. Third one, ln double dash of 0 is equal to half n into n minus 1. ഈ 3 റിസൾട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത പ്രോബ്ലത്തിന്റെ റിസൾട്ട് ആണ്. അത്രയാണ് ലോഗ്രേസ് പോളിനോമിയലിലുള്ളത്. ഓക്കെ, ഇനി